അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ദൂരേക്ക് പോയ മകൻ്റെ മടങ്ങി വരവ്. ആമേൻ. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ആമേൻ ദൈവത്തോട് കൂടെയായിരുന്ന ആദമും ഹവ്വയും, ദൈവത്തിൻ്റെ സാന്നിധ്യം ഏദനിൽ വരുമ്പോൾ ആ കർത്താവിൻ്റെ കാലൊച്ച കേൾക്കുമ്പോൾ ഓടി അടുത്തു വരുന്ന ആദമും ഹവ്വയും ആ ദൈവ സാന്നിധ്യത്തിനകത്തു നിന്ന് വരുന്ന അവർ ദൈവത്തിൽ നിന്ന് അകന്നു മാറിപ്പോയി. ആമേൻ. സ്തോത്രം. ഒരിക്കൽ ദൈവം വെയിലാറിയപ്പോൾ തോട്ടത്തിലേക്ക് വന്നപ്പോൾ ആദമിനെ ഹവ്വയും അവിടെ കാണാൻ കഴിഞ്ഞില്ല. ദൈവം വിളിച്ചു ചോദിച്ചു, ആദമേ നീ എവിടെയാണ്? അങ്ങനെ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയ മാനവകുലത്തെ മുഴുവൻ വിടുവിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് പാപത്തിൽ വീണുപോയ, നാശത്തിൽ വീണുപോയ, ശാപത്തിൽ വീണുപോയ മനുഷ്യകുലത്തെ വിടുവിക്കുവാൻ ഇവിടേക്ക് ഇറങ്ങി വന്ന ഒരുവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് യേശുവെങ്കിലേക്ക് മടങ്ങി വരുവാൻ മാനവകുലത്തെ മുഴുവൻ ഒരുമിച്ച് വിളിക്കുന്ന ഒരു ശബ്ദമാണ് സുവിശേഷം. അതുകൊണ്ട് യേശു വിളിക്കുകയാണ്. ഇന്ന് രാത്രി നീ മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ നിന്ന് ദൈവം മാറ്റുവാനിടയായി തീരും. ആ മകൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ ആദരിക്കാൻ തുടങ്ങി. വിശേഷപ്പെട്ട വസ്ത്രം കൊടുത്തു, മോതിരമണിയിച്ചു, ചെരുപ്പടിയിച്ചു. ആമേൻ. വീട്ടിൽ നല്ല ആഹാരമൊരുക്കി. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിൽ നിന്ന് അകന്നു പോയ നീ മടങ്ങി വന്നാൽ നിനക്കൊരു വലിയ മാന്യത ദൈവം വെച്ചിട്ടുണ്ട്. നിന്നെ ആദരിക്കുന്നുണ്ട്. നിനക്കൊരു വസ്ത്രം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിൽ നിന്ന് അകന്നു പോയ, പാപത്തിൽ വീണുപോയ, ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൽ വീണുപോയ നിങ്ങൾ മടങ്ങി വരുവാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഒരു മാന്യത മാത്രമല്ല, ഒരു നിത്യത കൂടെ യേശു ക്രിസ്തു നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയാണ്. അതുകൊണ്ട് സ്നേഹിത, സഹോദര, മാതാവേ, നീ ഇന്ന് യേശുവെങ്കിലേക്ക് വന്നാൽ നിനക്കൊരു നിത്യതയുണ്ട്. ഒരുപക്ഷെ തകർന്നവനായിരിക്കാം, തകർന്നവളായിരിക്കാം, നിരാശപ്പെട്ട അനുഭവത്തിലായിരിക്കാം, ശാപത്തിൻ്റെ കീഴിലായിരിക്കാം, തകർച്ചയുടെ കീഴിലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ തകർച്ചകളെ മാറ്റുന്ന, നിങ്ങളുടെ വേദനകളെ മാറ്റുന്ന, നിങ്ങളുടെ പ്രതികൂലങ്ങളെ മാറ്റുന്ന ഒരു യേശുവെങ്കിലേക്ക് അടുത്തു വരുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്.